നമ്മളെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മൾ എത്തി. വളരെ റിസ്ക് എടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എത്തിയത്. ഇത് ഇടുക്കിയിലുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്. അച്ചോ, ഞങ്ങളൊരു പുതിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇടുക്കിയിൽ വന്നപ്പം പോവുകയാണ്. അതുകൊണ്ട് ആ മുമ്പിലിരുന്ന് ഹ ഹ ഹ നോക്കിച്ചത് അശ്വിൻ, അതുപോലെ ഈ പോണ പി സി രാഹുൽ. നമ്മളിങ്ങനെ ഇവിടെ പുലിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ചാമ്പയ്ക്ക മൂക്കനല്ലാതെ ഒരു പുലിയെ നമ്മൾ കണ്ടില്ല. കുറച്ചുകൂടി നടന്നു പോകുമ്പോൾ നമ്മൾ ഏകദേശം ഈ ശബ്ദം കേൾക്കുന്നത് പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നമ്മളെത്തും. അവിടെ നമ്മൾ കുളിക്കാൻ കണക്കാക്കിയാണ് പോകുന്നത്. മരങ്ങളിലൊക്കെ പിടിച്ച് കുലിക്കുകയാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. തൈ കയറി വരുന്നതാണ് നേരത്തെ പറഞ്ഞ മൂക്കൻ. എന്തായാലും ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയോടുകൂടി വന്നിരിക്കുകയാണ്. മിക്കവാറും തേഞ്ഞൊട്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ പാറമടയിൽ കൂടെ ഇറങ്ങിയാണ് വന്നത്. ഇനിയിപ്പോൾ വലിയ റിസ്ക് എടുക്കാതെ തന്നെ വേറൊരു വഴി കണ്ടെത്തി. ഇത്തിരി സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി നല്ല സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്ന് ഇരുന്ന് ഇറങ്ങിയത് എന്താ കാര്യം ഉണ്ടായിരുന്നു. ഭയങ്കര പാടെന്ന് പറഞ്ഞിട്ട് തോർത്തൊക്കെ കെട്ടി കയറാമെന്ന് പറഞ്ഞാൽ വീഡിയോ കൊണ്ട് ഇറങ്ങിയത്. ഇപ്പോൾ നല്ല അടിപൊളി ഒരു വഴി കിടക്കും. വളരെ കഠിനമായിട്ട് ഞങ്ങൾ ചാടി ഇരുന്ന് നിറഞ്ഞൊക്കെയാണ് ഇറങ്ങി ഇവിടെ കണ്ടെത്തിയത്. ഈ ഭാഗങ്ങളിലൊക്കെ പുലിയൊക്കെ ഇറങ്ങുമെന്നാണ് നേരത്തെ ഒന്ന് രണ്ടുപേർ പറഞ്ഞത്. അതൊന്നും ഭാഗവയ്ക്കാതെ നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടുപിടിച്ച് നമ്മളെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നമ്മളെത്തി. വളരെ റിസ്ക് എടുത്താണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എത്തിയത്. ഇത് ഇടുക്കിയിലുള്ള ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണ്. അച്ചോ, വേറൊരു വെള്ളച്ചാട്ടം. നിങ്ങൾ ആ വെള്ളച്ചാട്ടത്തിന്റെ താഴെ വേറൊന്ന് വീഡിയോ വീഡിയോ ആ വെള്ളച്ചാട്ടം കണ്ടെത്തി. മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിലേക്ക് ഞങ്ങളെത്തി. ഞങ്ങളിവിടെ നിന്ന് കുളിച്ചിട്ടേ പോവുള്ളൂ എന്ന വാശിയോടുകൂടി ഞങ്ങൾ 4 പേരും ഇതാ കുളിക്കാൻ ഇറങ്ങുന്നു. പിടിച്ചിരിക്കുകയാണ്. ആദ്യം ചെന്ന് കയറിയ വഴി തെറ്റിപ്പോയി. നമ്മളിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇത് കാൽനടയല്ല, ഇത് വെള്ളം ഒലിച്ചു പോയ ഓട വഴിയാണ് പോകുന്നത്.